Hello. Welcome to market discussion of the day. Today, July 8th, 18, 2025, ഫ്രൈഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് നടക്കുന്നത്. രണ്ട് സമയത്തും ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ദിവസമാണ്. ഇന്നലെ മേജർ ന്യൂസുകൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നലെ നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസാണ് വന്നിട്ടുള്ളത്. റീറ്റെയിൽ സെയിൽസ് US ഡോളറിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നത്. കഴിഞ്ഞ പ്രീവിയസ് വന്നപ്പോൾ -9%, ഫോർകാസ്റ്റ് 1%, ആക്ച്വലി വന്നപ്പോൾ 6%, +6%, ന്യൂസ് വന്നത്. US ഡോളറിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നിട്ട് പ്രീവിയസ് 228Kയും ആക്ച്വൽ വന്നത് 221Kയുമാണ്. ഓക്കെ, സോ ബേസിക്കലി ഫോർകാസ്റ്റ് വന്നത് 212Kയുമാണ്. സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US എത്ര ആൾക്കാരാണ് ജോബ് ഇല്ലാതെ ക്ലെയിം കൊടുത്തത് ഗവൺമെൻറ്റിന്. ഓക്കെ, അത് US ഗവൺമെൻറ്റിന് മോശമാണ്, ലെസ്സാണ്. US ഡോളറിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. സോ ബേസിക്കലി 228Kയിൽ നിന്ന് 221K ആയിട്ട് കുറഞ്ഞു. അത് വലിയ കുറവൊന്നുമല്ല, അതിൻ്റെ കൂടെ ഫോർകാസ്റ്റിനെക്കാട്ടിൽ കുറച്ച് കൂടിയും നിന്നു. അപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ ആ ന്യൂസ് പോവുകയും ചെയ്തു. ഓക്കെ, ഇന്ന് നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് വീക്കിലെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച ഇതിനെക്കുറിച്ച് സംസാരിക്കാം. മൺഡേ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു ടെക്നിക്കൽ ഡേ ആണ്, കലണ്ടർ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ചൊവ്വാഴ്ച ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കി പോകേണ്ട ഒരു ന്യൂസാണ്. ഓക്കെ, ബുധനാഴ്ച നമുക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട്. അത് ഡയറക്ഷനിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കും എന്നല്ലാതെ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട് അടുത്ത ആഴ്ച. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് കഴിഞ്ഞ ആഴ്ചത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയൊരു മാറ്റമാണ്. മെനഞ്ഞാന്ന് മാർക്കറ്റിൽ ഏകദേശം 3320 നിന്ന് 3378 വരെ ഓൾമോസ്റ്റ് ഒരു 600 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ മെനഞ്ഞാന്ന് ഉണ്ടായത്. അത് ഈ ആഴ്ചയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അതിൻ്റെ റീസണൊക്കെ ഞാൻ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് വ്യാഴാഴ്ച നമുക്ക് ECB ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ അത് ആക്ച്വലി യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ആ സമയത്ത് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് വ്യാഴാഴ്ച, ന്യൂ ഹോം സെയിൽസ് ഉണ്ട് വ്യാഴാഴ്ച 3 മണിക്ക്. വെള്ളിയാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. ബേസിക്കലി അടുത്ത ആഴ്ച നമുക്ക് ഫുള്ളി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും, നല്ലൊരു വീക്കാണ്. നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുത്ത് ട്രേഡ് ചെയ്ത് പോകാനും സാധിക്കും എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിന് മുന്നേ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പൊളിറ്റിക്കലി നടക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇന്നലെ മെനഞ്ഞാന്ന് വന്ന CPIയും ഇന്നലെ വന്ന ചൊവ്വാഴ്ച വന്ന CPIയും റീറ്റെയിൽ സെയിൽസുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വേണം അതിനെ നോക്കി കാണാനായിട്ടെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ US പ്രസിഡന്റിൻ്റെ പല രീതിയിലുള്ള പ്രസ്താവനകൾ പുള്ളിക്കാരൻ കഴിഞ്ഞ 6 മാസം കൊണ്ട് അതിനു മുന്നേ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ഗവൺമെൻറ്റിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് രാജ്യങ്ങളുടെ ഇടയിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ IMF ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന
പല പല താരിഫുകൾ ഇംപ്ലിമെൻറ്റേഷനെതിരെയൊക്കെ IMF വാർണിംഗ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ ഫെഡ് ചെയർ മാറാനായിട്ട് ഫെഡ് ചെയറിനെ ശക്തമായി വിമർശിക്കുകയുണ്ടായി US പ്രസിഡന്റ്. പുള്ളിക്കാരൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയല്ല. ഡൊണാൾഡ് ട്രംപിന് ബേസിക്കലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയണം. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ തന്നെ പറയാം. അവർ തമ്മിൽ പണ്ട് മുതലേ ഒരു ഉടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ മാറാനൊന്നും ചാൻസ് ഇല്ല. ഫെഡ് ചെയർ പവൽ മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ കുറവാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ കൊളംബിയയിൽ നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. നാറ്റോ കക്ഷി അത് ഒരു എന്താ പറയുക, അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ അല്ല. അവിടെ എന്താ പല പല നല്ല കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നതെന്നുള്ള രീതിയിലുള്ള ടോക്സൊക്കെ കൊളംബിയയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് ഓൾറെഡി റഷ്യ നേരത്തെ അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് മിക്കവാറും അടുത്ത തിങ്കളാഴ്ചയായിരിക്കും അതിൻ്റെ എഫക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ എങ്ങനെ പ്രതികരിക്കും എന്ന് വെച്ചിട്ട് അത് തിങ്കളാഴ്ച മാർക്കറ്റിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു തിങ്കളാഴ്ച ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന്. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഈ ഇഷ്യൂസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് പോകണം. ഈ ഒരു ന്യൂസിനെ പറ്റി നമ്മൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഫണ്ടമെൻ്റൽ സൈഡ് അല്ലെങ്കിൽ ന്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമുക്കൊരു ഒരു ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുത്ത് പോകണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് പോലെ JPYയിലോട്ട് പോകുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 148.597 എന്ന് പറയുന്ന റേഞ്ചിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 148 പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക ശക്തമായിട്ടൊരു സപ്പോർട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഉറപ്പായിട്ടുള്ള തീരുമാനം തിങ്കളാഴ്ച നമുക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ ഇന്ന് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് എടുക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 148 അടുത്ത് വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാം. 148.30 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചെറിയൊരു പ്രോഫിറ്റൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 50 പിപ്പിൻ്റെ ഒക്കെ പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തിങ്കളാഴ്ച ഇന്ന് അവസാനിക്കുന്നത് 148 മുകളിലും തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 148 മുകളിലുമാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഉറപ്പായിട്ടും ഉള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഇന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. മാർക്കറ്റിൽ കുറച്ചും കൂടെ എന്താ പറയുക ഉറപ്പ് ഉള്ള ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്നൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച അത് എടുക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കിയതിന് ശേഷം മാത്രം എടുക്കുന്ന ഒരു കാര്യമായിരിക്കും ബെറ്റർ. അങ്ങനെ 148 ബൈ എടുക്കുന്ന ആൾക്കാർക്ക് 154 വരെയാണ് അടുത്ത റേഞ്ച്. 148 to 154. കഴിഞ്ഞ റേഞ്ച് 142 to 148. അടുത്ത റേഞ്ച് 148 to 154 ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.16419 ഞാൻ പലവട്ടം പറഞ്ഞു 1.1500 ആണ് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി. അവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുക എന്നുള്ള കാര്യം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി മാർക്കറ്റിൽ നിന്ന് ഒരു ബൈയോ സെല്ലോ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് യൂറോയിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ലോങ്ങർ ടേമിൽ വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് യൂറോ എന്നതുകൊണ്ടിട്ടാണ് ഞാൻ യൂറോ 1.1500 ഞാൻ ബൈ ചെയ്യാൻ പറയുന്നത്. ബേസിക്കലി ഗോൾഡും JPY ഒക്കെ നമുക്കൊരു വീക്ക്ലി ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി ബേസിലോ ട്രേഡ് ചെയ്ത് പോകാമെങ്കിൽ യൂറോയും GBP ഒക്കെ നമുക്കൊരു ലോങ്ങർ ടേമിൽ ബൈ ചെയ്തിടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണേണ്ടത്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBPയും സെയിം തന്നെയാണ്. 1.3497 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. GBP ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നെങ്കിൽ 1.3500 മുകളിലായിട്ട് മാർക്കറ്റ് വരികയും അത് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഇല്ലാത്ത പക്ഷം നമുക്ക് 1.3300 അവിടെ ആയിരിക്കും നമുക്കുള്ള പ്രോപ്പർ ബൈ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരും മാർക്കറ്റ്. ഓക്കെ, കാരണം 1.3450 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അവിടുന്ന് മുകളിലോട്ട് പോകാതെ ഡേ ട്രേഡേഴ്സിന് വേണമെങ്കിൽ 1.3500 മുകളിലായിട്ട് ഫ്രഷ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്താൽ അവിടുന്ന് ചെറിയൊരു ബൈ വേണമെങ്കിലും എടുത്ത് പരീക്ഷണം നടത്തി നോക്കാം. ഓക്കെ, പക്ഷേ
ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു ലോങ്ങർ ടേമിലോട്ട് ഇടുന്നതല്ലേ സേഫ് ആയിട്ടുള്ള നല്ലതാണ്. ആ ഒരു ഇതിനകത്തൊരു 200 to 300 പിപ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല സേഫായിട്ട് നമുക്ക് യൂറോയിലും GBPയിലും നല്ലൊരു ബൈ എൻട്രി എടുക്കുന്നതല്ലേ നല്ലത്. നല്ലൊരു ആ ഒരു എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ടിട്ടൊക്കെ ഒരു 200-300 പിപ്സ് മൂവ് ചെയ്യുകയും നമുക്ക് അവിടുന്ന് വലിയൊരു പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ലോങ്ങർ ടേമിലോട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാൻ നേരത്ത്, യൂറോയും GBPയും ഒക്കെ ഹോൾഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് ഉള്ള കാര്യം. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നമ്മൾ ഇന്നലെ മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ 3310 വരെ വന്നിട്ടുണ്ട്. അതിനുശേഷം റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 3348 നിൽക്കുന്നു. ഇന്നത്തെ റേഞ്ച് ഒരു സ്ലോ റേഞ്ച് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 3330 to 3350 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ചിലപ്പോൾ ഒരു 60 വരെയൊക്കെ പോയേക്കാം US സെഷൻ ഓപ്പൺ ആവുമ്പോൾ. അത് 50ലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് താഴോട്ടോ പോകാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, 3330 മുകളിലാണ് മാർക്കറ്റെങ്കിൽ ഇന്ന് രാവിലെ 7:30 മണിക്ക് നമുക്ക് ബൈ ചെയ്ത് പോകാം അല്ലേ. സോ ഇന്ന് രാവിലെ നമ്മളുടെ യൂറോപ്പ് സെഷൻ ഓപ്പൺ ആയ സമയത്ത് 3330 അടുത്തായിരുന്നു. അത് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ വലിയൊരു പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ 3330 നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പ്രോപ്പർ ഇന്ന് രാത്രി അവസാനിക്കുന്നത് 3330 മുകളിലും തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് 3330 അടുത്തൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് പോവാം. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് 3345 ആ റേഞ്ചിൽ ടേക്ക് പ്രോഫിറ്റും വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ക്ലാസ് വേണ്ടുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അത് കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായാലും തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്താ പറയുക, ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ തിങ്കളാഴ്ചകളിൽ ഒറ്റ മിനിറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുറേ നേരം അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോകും. അപ്പോൾ എന്തെങ്കിലും അനക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് വീണ്ടും വരത്തുള്ളൂ. ഓക്കെ, സോ തിങ്കളാഴ്ചകളിൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ ദിശയൊക്കെ ഒന്ന് മനസ്സിലാക്കി ബുധൻ വ്യാഴമൊക്കെയാണ് ഞാൻ ഗോൾഡിൽ മെയിൻലി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാ ഐറ്റംസൊക്കെ നമുക്ക് തിങ്കളാഴ്ച വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഞാൻ എൻ്റെ സ്ട്രാറ്റജി പറയുന്നതാണ്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എടുത്തു പോവാം. ഞാൻ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഗോൾഡിൽ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം മാർക്കറ്റിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് തിങ്കളും ചൊവ്വയും കൊണ്ട് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡുകൾ എടുത്ത് പോകാനും സാധിക്കും. തിങ്കൾ ചൊവ്വ മാറി നിന്ന് ബുധനാഴ്ച വ്യാഴാഴ്ചകളിൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പക്ഷേ ഗോൾഡിൽ 3332 ശക്തമായിട്ടുള്ള സപ്പോർട്ട് ആയതുകൊണ്ടിട്ട് തിങ്കളാഴ്ച 3330 മുകളിലും ഇന്ന് രാത്രി അവസാനിക്കുന്ന 3330 മുകളിലുമാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.